ഫ്ലോലെസ് സ്കിൻ ഫിനിഷ് ബട്ട് സ്റ്റിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ ബ്രൈഡൽ ലുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻ ഡീറ്റെയിൽസ് ടെക്നിക്സ് ടിപ്സ് ആൻഡ് ട്രിക്സിനോട് വീഡിയോയിലോട്ട് പോവാം. സബ്സ്ക്രൈബ് മൈ ചാനൽ. Starting with moisturizer. Mine is combination skin, so I am using water based moisturizer. Primer LA Girl's silicone base ആണ്. Then tap ചെയ്ത് പ്രസ് ചെയ്ത് എൻ്റെ ഫേസ് ഫുൾ ഞാൻ കവർ ചെയ്ത് കൊടുക്കുന്നത് ബിക്കോസ് ഓഫ് ഹൈഡിങ് മൈ പോർസ്. ഐ എം യൂസിങ് LA Girl ഓറഞ്ച് കളർ കറക്റ്റർ ബിക്കോസ് എനിക്ക് അത്ര പിഗ്മെൻറ്റേഷൻ ഇല്ല. സോ ഞാൻ മിനിമലായിട്ടുള്ള പ്രോഡക്റ്റ് പിഗ്മെൻറ്റേഷൻ ഉള്ള പ്ലേസിൽ മാത്രം ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഐ എം യൂസിങ് കൺസിലർ ബ്രഷ് ടു കവർ. നോട്ട് ടു ഡീപ്പ്, നോട്ട് ടു ഫാറ്റ്. നമ്മൾ എപ്പോഴും ഓറഞ്ച് കളർ കറക്റ്റർ യൂസ് ചെയ്യുമ്പോൾ മിനിമൽ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ പിഗ്മെൻറ്റേറ്റ് ഉള്ള പ്ലേസിൽ മാത്രം ഏരിയ മാത്രം ഫോക്കസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. അഡ്വാൻസ് കൺസീലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മളുടെ ഫുൾ ഫേസ് നമ്മൾ കൺസീൽ ചെയ്യാൻ പോകുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ അണ്ടർ ഐ വേറെ ഷെയ്ഡായിരിക്കും, സെയിം ടൈം നമ്മളുടെ ചീക്സ് വേറെ ഷെയ്ഡായിരിക്കും. സോ നമ്മൾ ഇപ്പോൾ അണ്ടർ ഐയിൽ നമ്മൾ കൺസീലിംഗ് ചെയ്യാൻ പോകുന്നു വെച്ചാൽ അണ്ടർ ഐയിൽ മെർജാകുന്ന ഷെയ്ഡ് എടുത്ത് കൺസീലിംഗ് ചെയ്യുക. സെയിം ദാറ്റ് ഐ എം യൂസിങ് ഫുൾ ഫേസ് concealing method. I'm using professional trick. I'm just spraying the MAC Plus Prime on the foundation brush so that in the makeup long stay ആയിട്ട് waterproof ആയിട്ട് ഫൈനൽ ലുക്ക് എനിക്ക് ബെറ്റർ ആയിട്ട് കിട്ടും. This is my signature method. After using creamy product, I'm just taking PSCയുടെ ഡ്രൈ ബ്ലെൻഡർ യൂസ് ചെയ്ത് ഞാൻ എക്സ്ട്രാ പ്രോഡക്റ്റ് റിമൂവ് ചെയ്ത് കൊടുക്കും. മൈ ഫേവറേറ്റ് പാർട്ട് ഓഫ് ഫൈൻഡിങ് ദ ഫൗണ്ടേഷൻ ഷെയ്ഡ് ബിക്കോസ് ഞാൻ ഫെയറും മീഡിയം ടോൺ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് എൻ്റെ ഒരു ഷെയ്ഡ് ഞാൻ ചൂസ് ചെയ്യുന്നത്. So that I'm mixing together and concentrate on my half face. First ഞാൻ half ഫേസിൽ ഫൗണ്ടേഷൻ അപ്ലിക്കേഷൻ ചെയ്യുന്നു. ഐ എം ജസ്റ്റ് യൂസിങ് വെരി മിനിമൽ പ്രോഡക്റ്റ് ബിക്കോസ് എൻഡ് ഓഫ് ദി ലുക്ക് നമ്മളുടെ മേക്കപ്പ് ലുക്ക് ഓവർ കേക്കി ആയിട്ട് പാച്ച് ആയിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ബെസ്റ്റാണ് മിനിമൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ ഹിയർ ഇസ് ഓൾസോ എ ട്രിക്ക്. മാക്കിൻ്റെ പ്ലസ് പ്രൈം ഐ എം ജസ്റ്റ് സ്പ്രേയിങ് ഓൺ ദ ഫൗണ്ടേഷൻ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ സർക്കുലർ മോഷൻ ആയിട്ട് ഫുൾ ഫേസ് കവർ ആകുന്നത് പോലെ നമ്മൾ ഫുൾ ഫേസ് കവർ ചെയ്യണം. ഐ എം യൂസിങ് PSC ഡ്രൈ ബ്ലെൻഡർ ടു റിമൂവ് എക്സ്ട്രാ പ്രോഡക്റ്റ്. ഇങ്ങനെ ചെയ്യുമ്പോൾ സെയിം ദാറ്റ് ഒരുപാട് നമ്മൾ പ്രോഡക്റ്റ് എടുക്കരുത്, ജസ്റ്റ് ടാബ് മാത്രം ചെയ്യുക. ദെൻ വി ഗോ ഫോർ ഹൈലൈറ്റർ. ഹൈലൈറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മളുടെ ഫൗണ്ടേഷൻ ഷെയ്ഡിൽ നിന്ന് 2 ഷെയ്ഡ് ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് നമുക്ക് ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സെൻറ്റർ ഓഫ് മൈ ഫോർഹെഡ് ഏരിയ, അണ്ടർ മൈ ഐ, സെൻറ്റർ ഓഫ് ദി നോസ്, അപ്പർ ലിപ്പ് ആൻഡ് ലോവർ ലിപ്പ്. ഇതാണ് ഹൈലൈറ്റിംഗ് ചെയ്യുന്ന ഏരിയ. മിനിമലായിട്ടുള്ള പ്രോഡക്റ്റ് കറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എൻഡ് ഓഫ് ദ ലുക്ക് ഫ്ലോലെസ് ആയിട്ട് കിട്ടും. ഇന്നർ ഗ്ലോ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോറെവർ 52യുടെ ലിപ്സ്റ്റിക് പാലറ്റിൽ നിന്ന് പിങ്കിഷ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് എൻ്റെ ചീക്സ് ഏരിയയിൽ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് നമുക്ക് ഇന്നർ ഗ്ലോ എൻഡ് ഓഫ് ദി ലുക്കിൽ നമുക്ക് സ്കിൻ ഫിനിഷ് ആയിട്ട് നാച്ചുറലായിട്ട് കിട്ടും. എല്ലാ മേക്കപ്പിനും ലൈഫ് കൊടുക്കുന്നത്, ഓക്സിജൻ കൊടുക്കുന്നത് ബ്ലഷാണ്. സോ ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ ഓൾവേസ് റിമെമ്പർ ടു അപ്ലൈ ഓൺ ദി കറക്റ്റ് ഏരിയ. മിനിമൽ പ്രോഡക്റ്റ് യൂസ് ചെയ്യുക. ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ ഓൾവേസ് റിമെമ്പർ ടു അപ്ലൈ ഓൺ ദി അപ്വേർഡ് ഡയറക്ഷൻ. ഗുഡ് ബ്ലെൻഡിങ് ആണ്, ഗുഡ് ടെക്നിക്. ഐ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്ത സെയിം ഷെയ്ഡാണ് ഞാനിവിടെ ഐ ബേസിന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് ആഫ്റ്റർ അപ്ലിക്കേഷൻ ദി കൺസീലർ ഐ എം യൂസിങ് ഡ്രൈ ബ്ലെൻഡർ ടു റിമൂവ് എക്സ്ട്രാ പ്രോഡക്റ്റ്. ദെൻ ഐ എം ജസ്റ്റ് യൂസിങ് PSCയുടെ ലൂസ് പൗഡർ. ഞാൻ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നു ടു ലോക്ക് ദി ബേസ്. സോ ദാറ്റ് ബേസ് ഇവിടെ സ്ട്രോങ് ആയിട്ട് കിട്ടും. ഡാർക്ക് മിക്സിങ് ഓഫ് പിങ്ക് എടുത്ത് ഞാൻ എൻ്റെ ഗ്രീസ് ലൈനിൽ ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നു. മിനിമൽ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഐ ഒന്ന് ഫിനിഷിംഗ് ലുക്ക് കിട്ടുന്നത്. ഐ എം യൂസിങ് വെരി ലൈറ്റ് ബ്രൗൺ ഹിയർ അബോവ് മൈ ഗ്രീസ് ലൈൻ. സോ ദാറ്റ് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടിയുള്ള കോൺട്രാക്റ്റ് എഫക്റ്റ് കിട്ടും. സെൻറ്റർ ഓഫ് ദി ഐ ഒന്നുകൂടി നമ്മൾ അട്രാക്റ്റീവ് ആയിട്ട് ഐ ബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഗ്ലിറ്റർ ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കും. ക്ലാസിക് ഐ എഫക്റ്റിന് വേണ്ടി ഐലൈനർ വളരെ തിന്നായിട്ടുള്ള ലെയർ ഞാനിവിടെ ഡ്രോ ചെയ്യുന്നുണ്ട്. ലൈക്ക് ദാറ്റ് ഐലൈനർ ഡ്രോ ചെയ്യുമ്പോൾ നമുക്കൊരു ട്രഡീഷണൽ ഔട്ട്കം കിട്ടും. ഇഫ് യു ആർ ഗോയിങ് ഫോർ സ്മോക്കി ഐസ്, ഇറ്റ്സ് മോഡേൺ ആയിട്ടുണ്ടാവും. കുറച്ചൊരു ട്രെൻഡി വെറൈറ്റി വേണമെങ്കിൽ വി ക്യാൻ ഗോ ഫോർ സ്മോക്കി. അതർവൈസ് ഐലൈനർ യൂസ് ചെയ്യുമ്പോൾ ഒരു ട്രഡീഷണൽ ഫീൽ കിട്ടും. ദെൻ ഐ എം യൂസിങ് PSC ലൂസ് പൗഡർ യൂസ് ചെയ്ത് ഓൾ മൈ ഫേസ് ഞാൻ കവർ ചെയ്യുന്നത്. നമ്മളുടെ ഫൗണ്ടേഷൻ ഷെയ്ഡിലിരുന്ന് 3 or 4 ഷെയ്ഡ് ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡാണ് കോൺടൂർ ഷെയ്ഡ്. സോ നമ്മൾ കോൺടൂർസ് ചെയ്യുമ്പോൾ നമ്മളുടെ ജാ ലൈൻ, ദെൻ നമ്മളുടെ ഇയർ ടു നോസിൽ വരുന്ന ആ ബോൺ ലൈൻ, ദെൻ കോർണർ ഓഫ് അവർ ഫോർഹെഡ്, സെൻറ്റർ ഓഫ് ദി നോസ്, ഈ പ്ലേസസ് ഒക്കെയാണ് നമ്മൾ കോൺടൂർ ചെയ്യണം. സെൻറ്റർ ഓഫ് ദി നോസ് നമ്മൾ ഡബിൾ ലൈൻ ഡ്രോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ചെറിയ ബ്രഷ് യൂസ് ചെയ്യുന്നതാണ്. ഈ ലൈൻ ഞാൻ ഡ്രോ ചെയ്യുന്നുണ്ട്. ദെൻ ഐ എം ജസ്റ്റ് യൂസിങ് ഫ്ലഫി ബ്രഷ് ടു ബ്ലെൻഡ് ടുഗെദർ. ഇങ്ങനെ ചെയ്യുമ്പോൾ ലൈൻസ് നമുക്ക് പാച്ചിയായിട്ട് ഉണ്ടാവില്ല. സോ
ഓൾവേസ് റിമെമ്പർ ടു കോൺടൂർ ചെയ്യുമ്പോൾ ആ ബോൺ ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. മിനിമൽ പ്രോഡക്റ്റ്. ആഫ്റ്റർ യൂസിങ് ദീസ് always remember to use the powder brush. Remember, minimal product and good blending is a technique. Now it's time for highlight. Here I am using Revolution highlight palette. So highlight ചെയ്യുമ്പോൾ under our eyes, center of the nose, center of the forehead area, upper lip and lower lip. ഇതാണ് ഹൈലൈറ്റ് ചെയ്യുന്ന ഏരിയാസ്. സോ ഇവിടെ ഞാനൊരു ലൈറ്റസ്റ്റ് പിങ്കിഷ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ലൈക്ക് ദാറ്റ് മിനിമൽ പ്രോഡക്റ്റ് യൂസ് ചെയ്യുക. ഓൾവേസ് റിമെമ്പർ ടു നമ്മൾ പൗഡർ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നെവർ ഫർഗറ്റ് ടു യൂസ് ദ പൗഡർ ബ്രഷ് ടു മേക്ക് ഷുവർ ടു ബ്ലെൻഡ് ടുഗെദർ. ഇതിൻ്റെ ഐബ്രോ ഡിഫൈനർ ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്ത് ഞാൻ ലൈൻസ് ഡ്രോ ചെയ്യുന്നു ആൻഡ് ജസ്റ്റ് ഇൻ ബിറ്റ്വീൻ ജസ്റ്റ് ഫിൽ ചെയ്യുന്നുണ്ട്. കമ്മിങ് ടു ലിപ് ഷെയ്ഡ് ബ്രൗൺ ആൻഡ് ബ്ലാക്ക് മിക്സ് ചെയ്ത് ഞാൻ ഔട്ട്ലൈൻ ഡ്രോ ചെയ്യുന്നുണ്ട്. ദെൻ ഇൻ ബിറ്റ്വീൻ ഇന്നർ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂഡ് ഷെയ്ഡ് ആദ്യം ഞാൻ ഫിൽ ചെയ്യുന്നുണ്ട്. ഇഫ് യു ആർ ഗോ ഫോർ ബ്രൈറ്റൽ കളേഴ്സ്, ന്യൂഡ് കളേഴ്സ്, ഇറ്റ്സ് അപ് ടു യു. Here I am just using in കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ലുക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്യണം. സോ ഐ ജസ്റ്റ് ഗോ ഫോർ മെബ്ലൈനിലെ ബ്രൗൺ ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ലിപ്സ്റ്റിക് ലോങ് ലാസ്റ്റിക് ആയിട്ടുള്ള സ്റ്റേ വേണമെങ്കിൽ ഇവിടെ ഒരു ട്രിക്ക് ഉണ്ട്. നമ്മളുടെ ലിപ് ഷെയ്ഡിൽ മാച്ച് ആകുന്ന ഐ ഷെയ്ഡോ യൂസ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ലിപ്സ്റ്റിക് ലോങ് സ്റ്റേ ആയിട്ട് കിട്ടും. ഐ എം യൂസിങ് ഫിറ്റ് മീ സെറ്റിംഗ് സ്പ്രേ all over my face and I give 10 minutes to absorb it. Yeah, finally we create amazing work together today. I feel so happy to share my knowledge here, and subscribe my channel so you can get every week a new video with new techniques.